BDS വിദ്യാർത്ഥി RL നിതിൻ രാജ് ജീവനൊടുക്കിയ കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലേക്ക് നെഞ്ചുപൊട്ടി പിതാവ് രാജനെത്തി. മകന്റെ ഓർമ്മകളിൽ വിങ്ങിപ്പൊട്ടിയ പിതാവിന്റെ കാഴ്ച ഹൃദയഭേദകമായി. പ്രിൻസിപ്പലിനെ കാണാൻ രാജൻ തയ്യാറായില്ല. പ്രിൻസിപ്പളിനെ ഞാൻ കാണൂല. എന്റെ മോനെ കൊന്നവനാണോ അവനെ ഞാൻ കാണൂല. ഇല്ല, അവനെ കണ്ടെല്ലാം ചെയ്യും. ഞാൻ കാണൂല. വേണ്ട, എനിക്ക് അവനെ കാണണ്ട. ഇല്ല ഇല്ല, അവനെ കാണണ്ട. നിതിൻ രാജിന്റെ സഹോദരി രാഖി, സഹോദരി ഭർത്താവ് അശോകൻ എന്നിവർക്കൊപ്പമാണ് പിതാവ് മകൻ പഠിച്ച കോളേജിലെത്തിയത്. അതിനിടെ നിതിൻ രാജിന്റെ മരണത്തിൽ ഈ മാസം 28-ന് ദളിത് സംഘടനകൾ സംസ്ഥാനത്ത് ഹർത്താൽ പ്രഖ്യാപിച്ചു. ഗോകുൽ കെ വേണുഗോപാൽ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഗോകുൽ, വളരെ സങ്കടകരമായ കാഴ്ചകളാണ് ഇന്നിപ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്. ആ കുടുംബം അവിടെ എത്തിയിരിക്കുകയാണ്. നേരത്തെ മാനേജ്മെന്റിനോടും പ്രിൻസിപ്പലിനോടും ഒക്കെ സംസാരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എന്താണ് ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറാൻ കാരണം? അമൃത, 11:50 കൂടിയിട്ടാണ് നിതിൻ രാജിന്റെ പിതാവ് രാജനും സഹോദരി ഭർത്താവ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിയത്. പിന്നീട് രാജൻ ഉൾപ്പെടെയുള്ള ആളുകൾ നിതിൻ രാജ് വീണ് മരിച്ച കെട്ടിടത്തിന്റെ ഭാഗത്തേക്ക് പോവുകയായിരുന്നു. ഹൃദയഭേദകമായിരുന്നു. അദ്ദേഹത്തെ താങ്ങിയെടുത്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കൂടെ വന്ന ആളുകൾ ആ പ്രദേശങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് നിതിൻ രാജിന്റെ സഹോദരി ഭർത്താവ് ഉൾപ്പെടെയുള്ള ആളുകൾ പ്രിൻസിപ്പാളും മാനേജ്മെന്റ് പ്രതിനിധികളും ഒക്കെ ആയിട്ട് ചർച്ച നടത്തിയിരുന്നു. നേരത്തെ തന്നെ പ്രിൻസിപ്പാളുമായി കൂടിക്കാഴ്ച നടത്താൻ താൻ തയ്യാറാവില്ല എന്നൊരു നിലപാടായിരുന്നു നിതിൻ രാജിന്റെ പിതാവ് എടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം തന്റെ മകന്റെ മരണത്തിന്റെ ഉത്തരവാദി പ്രിൻസിപ്പാളാണ് എന്ന കാര്യത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു. കഴിഞ്ഞ ദിവസം ജില്ലാ പോലീസ് മേധാവിയുമായി കൂടിക്കാഴ്ച നടത്തിയ സമയത്തും നിതിൻ രാജിന്റെ പിതാവ് ആ ആവശ്യം ഉന്നയിച്ചിരുന്നു. പ്രിൻസിപ്പാളിനെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നൊരു കാര്യമാണ് പറയുന്നത്. ലോണാപ്പുമായി ബന്ധപ്പെട്ട് ഉള്ള ആളുകളെ നോയിഡയിലൊക്കെ പോയി അറസ്റ്റ് ചെയ്ത പശ്ചാത്തലത്തിലും കണ്ണൂരിലോ മറ്റെവിടെയോ അടുത്തുള്ള ആളുകളെ പ്രതിപട്ടികയിൽ ചേർത്തിട്ടുള്ള റാമിനെയും സംഗീതയും അധ്യാപകരാണ്. അവരെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തതുള്ള അമർഷവും അതൃപ്തിയും അവർ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഘട്ടത്തിലാണ് നിതിൻ രാജിന്റെ സഹോദരി ഉൾപ്പെടെയുള്ള ആളുകൾ പ്രിൻസിപ്പാളുമായി ചർച്ച നടത്തിയിട്ടുള്ളത്. അതേസമയം തന്നെ ഈ നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദളിത് സംഘടനകളുടെ ആക്ഷൻ കൗൺസിൽ സംസ്ഥാന വ്യാപകമായിട്ടുള്ള ഒരു ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. വലിയ പ്രതിഷേധത്തിലേക്ക് കൂടി കടക്കുന്നൊരു കാഴ്ചയാണ് നമുക്കിന്നിപ്പോൾ ഡെന്റൽ കോളേജിന് മുന്നിൽ നിന്ന് കാണാൻ കഴിഞ്ഞത്. വിവരങ്ങളാണ് ഗോകുൽ കെ വേണുഗോപാൽ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.